ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് 4 വർഷം മുമ്പ് ഹൗസ് വാമിങ്ങിന് തൊട്ട് മുന്നുള്ള ദിവസം ഞങ്ങളെടുത്ത ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ വീഡിയോ ആണ്. അതായത് ഫ്ലാറ്റ് ടൂറാണ്. 4 വർഷം മുന്നേ ഞങ്ങളുടെ ഫ്ലാറ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ 4 വർഷം ആവാറായി നമ്മൾ ഫ്ലാറ്റെല്ലാം വാങ്ങിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. എങ്ങനെയുണ്ട്, ഇപ്പോൾ എങ്ങനെ കാണാനുണ്ട് എന്നൊക്കെ. ഞങ്ങളിതിലൊന്നും അറേഞ്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം നമ്മളവിടെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ ഐറ്റംസ് എല്ലാം കൊണ്ടുപോയി വെച്ചതാണ്. കാരണം അടുത്ത ദിവസം തൊട്ട് നമ്മളവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ വെച്ചിട്ട് അന്ന് രാത്രി സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത്. ഇത് ഞങ്ങളുടെ കിച്ചണാണ്. ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് വന്നു. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാളാണ്. ചെറിയ രീതിയിലൊക്കെയാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആക്ച്വലി ഈ വീഡിയോ എൻ്റെ ഡ്രാഫ്റ്റിൽ കിടന്നപ്പോൾ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വൃത്തിയിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. എന്തായാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം ആഫ്റ്റർ 4 years ഇപ്പം ഞങ്ങളുടെ ഫ്ലാറ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനൊരു ഹോം ടൂർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടൂർ വീണ്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു 3 BHK ഫ്ലാറ്റാണ് കേട്ടോ. അത്ര വലുപ്പമൊന്നുമില്ല. ഒരു 1400 സ്ക്വയർ ഫീറ്റിന് അടുത്താണുള്ളത്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളൂ, കാര്യമായിട്ട് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ മിനിമലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ കാരണം സ്പേസ് കുറവാകുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻറ്റീരിയർ ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ സ്പേസ് കുറച്ചും കൂടി കമ്മിയാക്കുന്നതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ കാണുന്നത് ഹാളാണ് കേട്ടോ. ഹാളിൽ നിന്ന് നമുക്ക് നേരെ അടുത്തതായിട്ട് നമ്മുടെ ഗസ്റ്റ് റൂമിലേക്ക് പോകാം. അതിനു മുമ്പ് വാഷ് ഏരിയ ആണ് കേട്ടോ. നമ്മുടെ വാഷ് ഏരിയ എല്ലാം നമ്മൾ മിനിമലായിട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കുഞ്ഞ് ഓവൽ വാഷ് ബേസിൻ കണ്ടില്ലേ. അപ്പോൾ വാഷ് ഏരിയ ആയാലും ഞങ്ങൾ മിനിമലായിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് ഞങ്ങളുടെ കുഞ്ഞു മീനുകളാണ്. അന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയ ബൗളിലാണ് വെച്ചത്. അതിനുശേഷം ഞാൻ വലിയ അക്വേറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഗസ്റ്റ് റൂമിലേക്ക് പോകാവേ. ഈ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. ഇത് മനുവിൻ്റെ സെലക്ഷനാണ് കേട്ടോ. ഈ കളർ കോമ്പിനേഷൻ ആൾക്ക് ഈ നേവി ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ എൻ്റെയാണ് കേട്ടോ, വൈറ്റും ഗ്രേ ആയിട്ട്. നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷനാണ് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോമൺ ബാൽക്കണിയാണ്. മാസ്റ്റർ ബെഡ്റൂമിനും ഗസ്റ്റ് റൂമിനും കൂടെ ഒരു കോമൺ ബാൽക്കണിയാണ്. ഇപ്പോൾ നൈറ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ബാൽക്കണിയിൽ എടുത്തില്ല. ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ കിഡ്സ് റൂമാണ്, അപ്പൂസിൻ്റെ റൂമാട്ടോ. അതാണ് ഇത്രയും നല്ല കളർ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ കിഡ്സിൻ്റെ കാര്യങ്ങളും പിന്നെ ഞങ്ങൾ ത്രെഡ്മിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വല്ല എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 ബെഡ്റൂമും കണ്ടില്ലേ. അപ്പം നമ്മുടെ ഫ്ലാറ്റ് ടൂർ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് എല്ലാം തരണേ. താങ്ക് യു.